ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ട്, കണ്ടുവെക്കുക. വളരെ പ്രധാനപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ള, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള, അതുപോലെ തന്നെ PSC ബുള്ളറ്റിനുകളിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ഈസ് റൈറ്റ്ലി സ്പെൽഡ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന വേർഡ് പ്രസിഡൻറ്റ് എന്നൊരു വാക്കാണ്. ഇപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്? രാഷ്ട്രപതി എന്ന അർത്ഥമല്ല കേട്ടോ, അത് വേറെ പ്രസിഡൻ്റാണ്. അത് പ്രസിഡൻറ്റ് PRESI ആണ്. അത് രാഷ്ട്രപതി എന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസിഡൻറ്റ്. ഇതല്ല. ഈ പ്രസിഡൻറ്റിൻ്റെ അർത്ഥം ആദർശം, കീഴ്നടപ്പുള്ള, പ്രമാണവിധി എന്നൊക്കെ ഒരു അർത്ഥമുള്ള വേർഡാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് പ്രസിഡൻറ്റ്. PRECEDENT. ഇപ്പോൾ രണ്ട് പ്രസിഡൻറ്റും നോട്ട് ചെയ്തോളണം കേട്ടോ. PRECEDENT. ആ പ്രസിഡൻറ്റിൻ്റെ അർത്ഥം ആദർശം, കീഴ്നടപ്പുള്ള, പ്രമാണവിധി എന്നൊക്കെ ഒരർത്ഥമാണ് കേട്ടോ. PRESIDENT ആ പ്രസിഡൻറ്റിൻ്റെ അർത്ഥം രാഷ്ട്രപതി. ഇപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അടുത്ത ചോദ്യം, ഫ്ലാറ്ററി കട്ട്സ് നോ ഐസ് വിത്ത് ദ ബോസ്. ദ അണ്ടർലൈൻഡ് വേർഡ്സ് മീൻസ്. ഫ്ലാറ്ററി കട്ട്സ് നോ ഐസ് വിത്ത് ദ ബോസ്. അപ്പോൾ കട്ട്സ് നോ ഐസ് എന്നതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. കട്ട്സ് നോ ഐസ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ആൻസർ കട്ട്സ് നോ ഐസ് ഹാവ് നോ എഫക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹാവ് നോ എഫക്റ്റ്. കട്ട്സ് നോ ഐസ് എന്നതിൻ്റെ അർത്ഥം ഹാവ് നോ എഫക്റ്റ്, അതായത് സ്വാധീനമോ ഫലമോ ഇല്ല. ഇപ്പോൾ ഫ്ലാറ്ററി കട്ട്സ് നോ ഐസ് വിത്ത് ദ ബോസ്. കട്ട്സ് നോ ഐസ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ഹാവ് നോ എഫക്റ്റ്, സ്വാധീനമോ ഫലമോ ഇല്ല. അടുത്ത ചോദ്യം, ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ സൊസൈറ്റീസ് ഈസ്. ആൻഷ്യൻ സൊസൈറ്റീസിനെ കുറിച്ചുള്ള പഠനത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിസ്റ്ററി ആണോ, ആന്ത്രോപോളജി ആണോ, എത്നോളജി ആണോ, ആർക്കിയോളജി ആണോ? സ്റ്റഡി ഓഫ് ആൻഷ്യൻ സൊസൈറ്റീസ്. സിമ്പിൾ ചോദ്യമാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണല്ലേ, ആർക്കിയോളജി. അതായത് പുരാവസ്തുശാസ്ത്ര പഠനം. അതിനെയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ആൻഷ്യൻ സൊസൈറ്റീസ്, അതായത് ഇപ്പോഴുള്ള അവശിഷ്ടങ്ങളെ അടിസ്ഥാനമാക്കി പുരാതന വസ്തു ചരിത്രം അനുമാനിക്കുന്ന ശാസ്ത്രമാണ്. അതായത് ഇപ്പോൾ കിട്ടുന്ന അവശിഷ്ടങ്ങൾ കണ്ടല്ലോ, അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി പുരാതന വസ്തു ചരിത്രം അനുമാനിക്കുന്ന ശാസ്ത്രത്തെയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്, പുരാവസ്തു ശാസ്ത്രം. ഇനി ഓപ്ഷൻ എ അറിയാലോ, ഹിസ്റ്ററി, ചരിത്രം. അതുപോലെ ആന്ത്രോപോളജി എന്ന് വെച്ചാൽ അറിയാലോ, നരവംശ ശാസ്ത്രം. അതുപോലെ എത്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രവർഗ പഠനം, അതായത് മനുഷ്യവർഗ്ഗങ്ങളുടെ താരതമ്യ പഠനം ആണ് എത്നോളജി. ഓക്കെ, ഇപ്പോൾ സ്റ്റഡി ഓഫ് ആൻഷ്യൻ സൊസൈറ്റീസ്, ആർക്കിയോളജി. അടുത്ത ചോദ്യം, ഹി ഡാഷ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി. ഏതായിരിക്കും ആൻസർ? ഈസ് കാളിംഗ് ആണോ, കാൾസ് ആണോ, ഹാവ് ബീൻ കാളിംഗ് ആണോ? ഇപ്പോൾ ഇവിടുത്തെ ആൻസർ കാൾസ് ആണ് കേട്ടോ. ഇതെങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ സെൻറ്റൻസിൽ ഒരു വേർഡുണ്ട്, ഡെയിലി എന്ന് പറയുമ്പോൾ എന്താണ്? പതിവായി ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ഹി ഡാഷ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി, പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പതിവായി ചെയ്യുന്ന കാര്യം നമ്മൾ ഏത് ടെൻസിൽ വേണം പറയാൻ? സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഏതാ ഉള്ളത്? ഓപ്ഷൻ സി ആണ് ആൻസർ, കാൾസ്. ഹി സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബ് വരണം. അപ്പോൾ കാൾസ് ആണ് ആൻസർ കേട്ടോ. ഹി കാൾസ് ഹിസ് ഗ്രാൻഡ് സൺ ഡെയിലി. ഇപ്പം ഡെയിലി ചെയ്യുന്ന കാര്യം, പതിവായി ചെയ്യുന്ന കാര്യമാണ്. എല്ലാ ദിവസവും
ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിൽ വേണം പറയാനുള്ളത്. ഇപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, കാൾസ്. ഹി എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, അപ്പോൾ സിംഗുലർ വെർബ് തന്നെ വരണം. കാൾസ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കറക്റ്റ് പാസീവ് വോയിസ് ഫോം ഓഫ് ഡു ദ ഹോൺസ് കിൽ ദ ഫോക്സ്? പാസീവ് ഫോമാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണ് അല്ലേ, ഡു ദ ഹോൺസ് കിൽ ദ ഫോക്സ്. അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസ് കണ്ടെത്തണം. അപ്പം നമുക്കിത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള 3 റൂളുണ്ട്. പ്രധാനമായിട്ട് അറിയേണ്ട 3 റൂള്, ആക്റ്റീവ് പാസീവ് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അറിയേണ്ട 3 റൂളാണ്. ഒന്ന്, ആക്റ്റീവിലും പാസീവിലും നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ആക്റ്റീവിൽ ഏത് ടെൻസാണോ ആ ടെൻസിൽ തന്നെയായിരിക്കണം നമ്മൾ പാസീവിലും എഴുതേണ്ടത്. ഓക്കെ, അത് 1. 2, ആക്റ്റീവിലെ സബ്ജക്റ്റ് പാസീവിലെ ഒബ്ജക്റ്റും ആക്റ്റീവിലെ ഒബ്ജക്റ്റ് പാസീവിലെ സബ്ജക്റ്റായിട്ടും മാറും. അതുപോലെ തന്നെ പാസീവിൽ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോർമാറ്റേ വരാൻ പാടുള്ളൂ. വെർബിൻ്റെ തേർഡ് ഫോം പാസീവിൽ. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് എടുക്കാം. പാസീവിൽ എപ്പോഴും നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ഇവിടുത്തെ വെർബ് ഏതാണ്? ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വെർബ് ഏതാണ്? ഡു ദ ഹോൺസ് കിൽ ദ ഫോക്സ്. കില്ലാണല്ലേ വെർബ്, കില്ലാണ്. അപ്പം പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം കില്ലിൻ്റെ V3 ഫോം വരണം. കില്ലിൻ്റെ V3 ഫോം ഏതാണ്? കിൽഡ് എന്ന് വരും. പാസീവ് ഫോമിൽ വരുമ്പം കിൽഡ് എന്ന് വരണം. കില്ലെന്നുള്ളത് കിൽഡ് എന്ന് വരണം. അപ്പോൾ അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കിൽഡാണ് അല്ലേ, അപ്പോൾ അത് പരിഗണിക്കാം. പിന്നെ ഓപ്ഷൻ ബി കില്ലാണ്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. അത് നമ്മൾ നോക്കണ്ട, കില്ലാണ് വന്നിരിക്കുന്നത്. നമുക്ക് കിൽഡാണ് ആവശ്യം, വെർബിൻ്റെ തേർഡ് ഫോം. ഇനി ഓപ്ഷൻ സി നോക്കിയാൽ ഈസ് ഇൻ ദ വൂൺസ് ദാറ്റ് കില്ല്, അവിടെയും കില്ലാണ്, അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്യാം. പിന്നെ നോക്കിയാൽ ഓപ്ഷൻ ഡി ഈസ് ദ ഫോക്സ് ബീയിങ് കിൽഡ്, അവിടെയും കിൽഡ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇനി ഓപ്ഷൻ എയും ഡിയും മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി നോക്കിയേ, രണ്ടിലും വ്യത്യാസം എന്താണ്? ഓപ്ഷൻ എ ഈസ് ദ ഫോക്സ് കിൽഡ് ബൈ ദ വൂൺസ്, അതുപോലെ ഓപ്ഷൻ ഡി ഈസ് ദ ഫോക്സ് ബീയിങ് കിൽഡ് ബൈ ദ വൂൺസ്. ഇപ്പോൾ ഓപ്ഷൻ ഡിയിൽ ഒരു ബീയിങ് അധികം ഉണ്ടല്ലേ. ബീയിങ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പാസീവിൽ ബീയിങ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ ING ഫോമിലെ വെർബ് ഉണ്ടെങ്കിലാണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ആക്റ്റീവ് വോയിസ് നോക്കിയേ, ING ഫോമിൽ എന്തെങ്കിലും വെർബ് തന്നിട്ടുണ്ടോ? ഡു ദ വൂൺസ് കിൽ ദ ഫോക്സ്, ING ഫോമിൽ എന്തെങ്കിലും വെർബ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ബീയിങ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആക്റ്റീവ് വോയിസിൽ ING ഫോമിൽ വെർബ് ഉണ്ടെങ്കിൽ മാത്രമേ പാസീവ് വോയിസിൽ ബീയിങ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ING ഫോമില്ലെങ്കിൽ പിന്നെ അത് ബീയിങ് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഈസ് ദ ഫോക്സ് കിൽഡ് ബൈ ദ വൂൺസ്. നോക്കിയേ, ഡു ദ വൂൺസ് കിൽ ദ ഫോക്സ്. അപ്പം തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ കില്ലെന്നുള്ളത് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ കിൽഡ് അല്ലേ. പാസീവ് വോയിസിൽ പോകുമ്പം വെർബിൻ്റെ തേർഡ് ഫോമിൽ വേണം മാറ്റാനുള്ളത്. അപ്പോൾ കിൽഡ്, അത് ഒരു പോയിൻറ്റ്. 2, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ഏതാണ്? ദ വൂൺസ്. അത് പാസീവ് വോയിസിലായപ്പോൾ എന്തായി? ഒബ്ജക്റ്റ് അല്ലേ ആയത് അല്ലേ. അതുപോലെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയല്ലേ. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ഏതാണ്? ദ ഫോക്സ്. അത് പാസീവ് വോയിസ് വന്നപ്പം അത് സബ്ജക്റ്റായിട്ട് മാറി അല്ലേ. അതുപോലെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഡു ദ ഹൂൺസ് കിൽ ദ ഫോക്സ് അല്ലേ. അപ്പോൾ അത് പ്രസൻറ്റാണ്. ഡു വന്നിട്ടുണ്ട്, പ്രസൻറ്റാണ്. അപ്പോൾ തന്നിരിക്കുന്ന പാസീവ് വോയിസ് എന്ത് തന്നെയാണ്? പ്രസൻറ്റാണ് അല്ലേ. ഈസ്തയാണ് വന്നിരിക്കുന്നത്, അപ്പോൾ പ്രസൻറ്റാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട 3 പോയിൻ്റ് ഇതാണ് കേട്ടോ. ആക്റ്റീവ് വോയിസിൽ ഏത് ടെൻസ് ആണോ ആ ടെൻസിൽ തന്നെ വേണം പാസീവ് വോയിസിലോട്ട് മാറ്റേണ്ടത്. അതുപോലെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് ആവും, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവും. അതുപോലെ പാസീവ് വോയിസിൽ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് 3 പോയിൻ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്താം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളുക. അടുത്ത ചോദ്യം, ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ഫൗണ്ടർ. ഫൗണ്ടറിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഫൗണ്ടേഴ്സ് ആണോ, ഫൗണ്ടറസ് ആണോ, ഫൗണ്ടറാണോ, ഫൗണ്ടയാണോ? ഫൗണ്ടറസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫൗണ്ടറസ്. FOUNDRESS കേട്ടോ. ഇപ്പം ഫൗണ്ടറിൻ്റെ ഫെമിനിൻ ജെൻഡർ ഫൗണ്ടറസ് ആണ്. ഫൗണ്ടറസ് ഒന്ന് നോട്ട് ചെയ്തോളണം, ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ബോയൻറ്റ്. ബോയൻറ്റ് എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് ആൻസർ? ഈ വേർഡൊക്കെ ഒന്ന് എഴുതിയെടുത്തോളണം കേട്ടോ, ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുള്ള വേർഡാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. BUOYANT കേട്ടോ, BUOYANT, BUOYANT. ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് എക്സാമിന്, ഒന്ന് നോട്ട് ചെയ്തോളുക. അടുത്ത ചോദ്യം, ദ ഫ്രൈസ് ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക്. ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന ഫ്രൈസിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, അറ്റ് എനി റേറ്റ്. ഓപ്ഷൻ ബി, യൂസിങ് എ ഹുക്ക്. ഓപ്ഷൻ സി, ബൈ എനി മീൻസ്. ഓപ്ഷൻ ഡി, പോസിങ് ഫോർ ഫാൾസ് ഐഡൻറ്റിറ്റി. ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്താണ് മീനിങ്? എങ്ങനെയെങ്കിലും അല്ലേ, എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഏതു വിധേനയും എന്നൊരു മീനിങ് ആണ് ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്നതിൻ്റെ മീനിങ്. എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഏത് വിധേനയും. അപ്പോൾ അതേ മീനിങ് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഓപ്ഷൻ സി ആണ് ആൻസർ. ബൈ എനി മീൻസ്. ബൈ എനി മീൻസ്. അപ്പോൾ ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്നതിൻ്റെ അർത്ഥം ബൈ എനി മീൻസ്, എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഏതു വിധേനയും. അടുത്ത ചോദ്യം, ദ വേർഡ് ഡെഡ് ലോക്ക് മീൻസ്. ഡെഡ് ലോക്ക് എന്നതിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ, ഡിസഗ്രിമെൻറ്റ്. ഓപ്ഷൻ ബി, എ ഡിവൈസ്. ഓപ്ഷൻ സി, കൺസിലിയേഷൻ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഡെഡ് ലോക്ക് എന്നതിൻ്റെ മീനിങ് എന്താണ്? ഡെഡ് ലോക്കിൻ്റെ അർത്ഥം തടസ്സം അല്ലെങ്കിൽ തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഡിസഗ്രിമെൻ്റ് ആണ്. ഡെഡ് ലോക്ക് എന്നതിൻ്റെ അർത്ഥം ഡിസഗ്രിമെൻറ്റ്, അതായത് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ. ഡെഡ് ലോക്ക് മീൻസ് ഡിസഗ്രിമെൻറ്റ്. അടുത്ത ചോദ്യം, സ്യൂഡോണിം മീൻസ്. സ്യൂഡോണിം എന്നതിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ, നിക് നെയിം. ഓപ്ഷൻ ബി, സർനെയിം. ഓപ്ഷൻ സി, പെൻ നെയിം. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. സ്യൂഡോണിം എന്നതിൻ്റെ മീനിങ് എന്താണ്? സ്യൂഡോണിം എന്നതിൻ്റെ അർത്ഥം തൂലികാനാമം അല്ലെങ്കിൽ വ്യാജനാമം, കപടനാമം എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്യൂഡോണിം എന്നതിൻ്റെ അർത്ഥം ഓപ്ഷൻ സി ആണ്, പെൻ നെയിം. പെൻ നെയിം അതുപോലെ ഫാൾസ് നെയിം എന്നൊക്കെ മീനിങ് ഉണ്ട്. പെൻ നെയിം, ഫാൾസ് നെയിം. ഇപ്പോൾ പെൻ നെയിം എന്ന് വെച്ചാൽ എന്താണ്? സ്യൂഡോണിം. പെൻ നെയിം എന്നതിൻ്റെ അർത്ഥം തൂലികാനാമം കേട്ടോ, തൂലികാനാമം. അതുപോലെ തന്നെ കപടനാമം, വ്യാജനാമം എന്നൊക്കെ എന്നും പറയും കേട്ടോ. ചിലപ്പോൾ പെൻ നെയിമിൻ്റെ അവിടെ ഫാൾസ് നെയിം എന്നായിരിക്കും, അപ്പോൾ അതും ശരിയാണ്. ഇപ്പോൾ സ്യൂഡോണിം എന്നതിൻ്റെ അർത്ഥം പെൻ നെയിം, തൂലികാനാമം. അപ്പോൾ ഈ സ്യൂഡോണിമിൻ്റെ ഈ സ്പെല്ലിങ്ങും കൂടെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഈ അടുത്ത് നടന്നൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്യൂഡോണിം 4 വാക്ക് തന്നിട്ട് കറക്റ്റ് സ്പെല്ലിംഗ് ഏതെന്ന് കണ്ടെത്താൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്യൂഡോണിമിൻ്റെ സ്പെല്ലിങ്ങും കൂടി പഠിച്ചു വയ്ക്കുക. PSEUDONYM. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള മറ്റ് ഇംഗ്ലീഷിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കണ്ടുപോകുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.